ഹലോ മക്കളെ, വെൽക്കം ടു റേസ് പവേർഡ് ബൈ ഏഗൺ. നമ്മൾ കീം എക്സാമിന് കഴിഞ്ഞ വർഷം, അതായത് 2023 റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം കീം എക്സാമിന് ചോദിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫിസിക്സിൽ 72 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉള്ളത്. പക്ഷേ ഈ വർഷം മുതൽ നമ്മൾ കീമിൻ്റെ പാറ്റേൺ ഒന്ന് മാറുന്നുണ്ട്. നമുക്ക് ടോട്ടൽ 45 ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഫിസിക്സിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വരാൻ ഇനി ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചോദിച്ച റൊട്ടേഷണൽ മോഷനിലെ 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പഠിച്ച് പോയാൽ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി പോവുക. വളരെ പെട്ടെന്ന് നമുക്ക് ഈ 5 ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്ന് പെട്ടെന്ന് പഠിക്കാം. റെഡി ആണല്ലോ? തുടങ്ങാം നമുക്ക് അല്ലേ? സോ 2023 കീമിൽ ചോദിച്ച റൊട്ടേഷണൽ മോഷനിലെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ: എ യൂണിഫോം തിൻ റോഡ് ഓഫ് മാസ് 3 kg has a length of 1 meter. A point mass of 1 kg is attached to it at a distance of 40 cm from its center. The center of mass shifts by a distance of എന്നാണ്. ഈ ചാപ്റ്ററിലെ ആദ്യ ഭാഗത്ത് സെന്റർ ഓഫ് മാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ആദ്യം പറയുന്നത് ഒരു യൂണിഫോം റോഡാണ്. ഒരു റോഡ് മാത്രമാണെങ്കിൽ ആ റോഡ് ഇങ്ങനെ നിൽക്കുന്നു. ആ റോഡിന്റെ സെന്റർ ഓഫ് മാസ് അതിന്റെ സെന്ററിൽ ഉണ്ടാവും, സംശയമില്ലല്ലോ. യൂണിഫോം റോഡാണ്, അതിന്റെ മാസ് 3 kg ആണ്. അതിന്റെ സെന്റർ ഓഫ് മാസ് ഉറപ്പായിട്ടും അതിന്റെ സെന്റർ എവിടെയാണോ അവിടെയാണ് ഉണ്ടാവുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ബോഡിയുടെ സെന്ററിൽ നിന്ന് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 സെന്റിമീറ്റർ ഫ്രം സെന്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെന്ററിൽ നിന്ന് 40 സെന്റിമീറ്റർ, അപ്പോൾ ഈ ദൂരം 40 സെന്റിമീറ്റർ ആക്കി എടുക്കാം. ഇത്രയും ദൂരത്തിൽ എന്ത് ചെയ്യാണ്? അവിടെ ഒരു 1 kg മാസ്, ഇവിടെ ഒരു 1 kg മാസ് പ്ലേസ് ചെയ്യാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 1 kg മാസ്. നമുക്കറിയാം, ഒരു സാധാരണ റോഡാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു പേനയുണ്ട്. എനിക്ക് ഈ പേനയെ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ഇതാ നോക്കടാ, ഇല്ല, ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തും. ഇതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ലോജിക്ക് ആലോചിക്കുക. ഇങ്ങനെയുള്ള ഒരു റോഡിൻ്റെ ഇവിടെ ഒരു മാസ് വെച്ചാൽ പിന്നെ നമുക്ക് അതിനെ ഈ പോയിന്റിൽ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ആ ബാലൻസിങ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യും. അത് എവിടത്തേക്ക് എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ ഒരു 2 മാസ് ഉള്ള സിസ്റ്റമായിട്ട് വിചാരിക്കാം. അതിൽ ഒരു മാസ് എന്ന് പറയുന്നത് നമ്മുടെ റോഡാണ്. രണ്ടാമത്തെ മാസ് എന്ന് പറയുന്നത് ഇപ്പോൾ വെച്ചിരിക്കുന്ന 1 kg ആണ്. അതിൽ ഒരു മാസിനെ നമ്മൾ ഒരു XY കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു XY കോർഡിനേറ്റ് വരയ്ക്കാം. ഒരു Y ആക്സിസ് ഇവിടെയും ഒരു X ആക്സിസ് ഇവിടെയുമായിട്ട് ഇങ്ങനൊരു കോർഡിനേറ്റ് സിസ്റ്റം വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് 2 മാസാണ്. ഒരു മാസ് റോഡിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന റോഡിൻ്റെ മാസായ 3 kg. രണ്ടാമത്തെ മാസ് 1 kg നമ്മൾ വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ XCM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? XCM എന്ന് പറയുന്നത് m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. എത്ര m1x1 ഇനി എടുക്കേണ്ട കാര്യം വരുന്നില്ല, കാരണം ആദ്യത്തെ മാസ് നമ്മൾ ഒറിജിനൽ ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ x1 0 ആണ്. m2x2 1 kg ഇൻറ്റു 40 സെൻറ്റിമീറ്റർ തന്നെ അവിടെ നിൽക്കട്ടെ, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 3 പ്ലസ് 1 4. സോ 40 സെൻറ്റിമീറ്റർ ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. അടുത്തത് 2023 ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: എ വീൽ ഈസ് റോളിംഗ് ഓൺ എ പ്ലെയിൻ സർഫേസ്. അപ്പോൾ നമുക്കൊരു പ്ലെയിൻ സർഫേസ് ഇങ്ങനെ വരയ്ക്കാം. അതിൻ്റെ മുകളിൽ ഒരു വീല് റോള് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇതൊരു വീലാണ് കേട്ടോ. ഇത് റോള് ചെയ്ത് പോവാണ്. റോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിങ്ങനെ കറങ്ങി മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ റോളിംഗ് മോഷൻ എന്ന് പറയാം. ഓക്കെ, റോളിംഗ് മോഷൻ കേട്ടോ. ഒരു റിങ് പോലത്തെ ഒരു സാധനം, ഒരു വീലൊക്കെ നമ്മൾ സാധാരണ റോട്ടിലൂടെ ഇങ്ങനെ ഒരുക്കി പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? വെഹിക്കിൾസിൻ്റെ ഒക്കെ വീൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതുപോലെ ഒരു വീൽ ഇങ്ങനെ റോൾ ചെയ്ത് പോവാണ്. എ പോയിന്റ് ഓൺ ദ റിം ഓഫ് ദ വീൽ അറ്റ് ദ സെയിം ലെവൽ ആസ് ദ സെൻറ്റർ. അതായത് ഈ റിങ്ങിൻ്റെ സെൻറ്റർ എടുക്കുക, അതിൻ്റെ സെയിം ലെവലിൽ ഇതിൻ്റെ റിമ്മിലുള്ള ഒരു പോയിന്റ് എടുക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ? റിമ്മിലുള്ള ഒരു പോയിന്റ്. എന്താ പോയിന്റിന്റെ പ്രത്യേകത? ആ പോയിന്റ് നിൽക്കുന്നത് സെന്ററിന്റെ സെയിം ലെവലിലാണ്. സോ സെന്ററിന്റെ സെയിം ലെവലിൽ നമ്മളൊരു റിമ്മിലുള്ള ഒരു പോയിന്റ് വിചാരിച്ചപ്പോൾ അത് മൂവ് ചെയ്യുന്നത് 4 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റിന് ബോഡിയുടെ ലീനിയർ മോഷന്റെ വെലോസിറ്റി ആയ ഒരു v എന്ന വെലോസിറ്റി ഇങ്ങോട്ടുണ്ടാകും. അതേസമയം റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ടാൻജൻഷ്യൽ വെലോസിറ്റി v ഇങ്ങോട്ടുണ്ടാവും. ഈ 2 വെലോസിറ്റിയുടെ റിസൾട്ടൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഒരു വീണ്ട്, ഇവിടെ ഒരു വീണ്ട്. അങ്ങനെയാണെങ്കിൽ ദ സ്പീഡ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ വീൽ, സെൻറ്റർ മൂവ് ചെയ്യുന്നതിന് ഒരു വെലോസിറ്റി ഉള്ളൂ v മാത്രം.
അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ഈ രണ്ട് വികളുടെയും റിസൾട്ടന്റ് 4 ആണെങ്കിൽ ഈ വി എത്ര എന്നാണ് ചോദ്യം. സോ രണ്ട് വികളുടെ റിസൾട്ട് എന്ന് വെച്ചാൽ രണ്ടും ഒരേ വാല്യൂ ആണ്, 90 ഡിഗ്രിയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടന്റ് ആയ 4 എന്ന് പറയുന്നത് √2 ടൈംസ് വി ആയിരിക്കില്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്താ? വി ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ √2. അതായത് 4 ഡിവൈഡ് ബൈ √2 നമുക്ക് 2√2 എന്ന് എഴുതാം. 2√2 ഇതാണ് അടിപൊളി ആൻസർ. 2√2 ഇവിടെ ഉണ്ട്. കാണുമ്പോൾ ഇത് ഭയങ്കര ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നും അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഈ വീലിൻ്റെ ഓരോ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീലിൻ്റെ ഈ പോയിന്റ്, ഈ കോണ്ടാക്ട് പോയിന്റ്, അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. ഈ പോയിന്റിന്റെ വെലോസിറ്റി 2v ആയിരിക്കും. ഈ പോയിന്റിന്റെ വെലോസിറ്റി ഇങ്ങോട്ടേക്കൊരു വി, ഇങ്ങോട്ടേക്കൊരു വി ഉണ്ടാവും, അത് √2v ആയിരിക്കും. ഇങ്ങനെ ഒരു റോളിംഗ് മോഷനിൽ ആ പോയിന്റ്, ഓരോ പോയിന്റിനും ഓരോ വെലോസിറ്റി ആണെന്ന് മനസ്സിലാക്കണം. അതും നിങ്ങൾക്ക് പല ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അത് മറക്കരുത്. സോ ആ ടച്ചിങ് പോയിന്റിന്റെ വെലോസിറ്റി 0 ആണ്. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ 2v ആണ്. രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള പോയിന്റുകളിൽ രണ്ട് വികൾ, ഇത് വി ആയിരിക്കും, ഇത് വി ആയിരിക്കും. ആ രണ്ട് വികളുടെയും റിസൾട്ടന്റ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ 2023 റൊട്ടേഷണൽ മോഷനിലെ അടുത്തൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. 2 ഐഡന്റിക്കൽ സോളിഡ് സ്ഫിയേഴ്സ് ഈച്ച് ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ ആർ കെപ്റ്റ് ഇൻ കോണ്ടാക്ട്. അപ്പോൾ രണ്ട് സ്ഫിയേഴ്സ് കോണ്ടാക്റ്റിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇതൊരു സ്ഫിയർ ആണ്, ഇതും ഒരു സ്ഫിയർ ആണ്, ഐഡന്റിക്കൽ ആണ്, ഒരേ വലുപ്പത്തിലൊക്കെയാണ്. ഓക്കെ, ഒരേ വലുപ്പമായിട്ട് ഞാൻ വിചാരിക്കുന്നു. റെഡി? അങ്ങനെയാണെങ്കിൽ ഇഫ് ദ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ ഓഫ് ദ സിസ്റ്റം അബൌട്ട് എ ടാൻജന്റ് പാസിംഗ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ടാൻജന്റ് ഉണ്ടോ? ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ടാൻജന്റ്, രണ്ടിനെയും ടച്ച് ചെയ്ത് നിൽക്കുന്ന ടാൻജന്റ്, ആ ടാൻജന്റിലൂടെ ഈ രണ്ട് പേരും കറങ്ങുകയാണെങ്കിൽ, ഒരു സ്ഫിയർ ആണ്, സ്ഫിയറിന്റെ സെന്ററുമായി ബന്ധപ്പെട്ട മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഐ എന്ന് പറയുന്നത് 2/5mr² ആണ്. ഇനി ഐ ടാൻജന്റ് എന്ന് പറയുന്നത് പാരലൽ ആക്സിസ് തിയറം പ്രകാരം 7/5mr² ആണ്. അങ്ങനെ രണ്ട് സ്ഫിയർ ഉണ്ട്. രണ്ട് സ്ഫിയർ ആണെങ്കിൽ 2 ടൈംസ് ഓഫ് 7/5mr² വരും അല്ലേ? രണ്ട് സ്ഫിയറും കറങ്ങുന്നത് ടാൻജന്റിന് അബൌട്ട് ആയിട്ടാണ്. ഒരു സ്ഫിയർ ആയിരുന്നെങ്കിൽ 7/5mr². അങ്ങനെ രണ്ട് സ്ഫിയർ ഉള്ളതുകൊണ്ട് 2 ടൈംസ് 7/5mr². ആ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 0.14 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. അങ്ങനെ ആ രണ്ട് സ്ഫിയറും കൂടെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 0.14 ആണെങ്കിൽ ദെൻ മാസ് ഓഫ് ഈച്ച് സ്ഫിയർ എം എത്ര എന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നോക്കിക്കോളൂ, ഇവിടെ റേഡിയസ് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 2 × 7 14 ഉണ്ട്. 14ഉം ഇപ്പറുള്ളൊരു 0.14ഉം കട്ട് ചെയ്താൽ ഇവിടെ നമുക്കൊരു 100 എഴുതാം. ശരിയല്ലേ? 2 × 7 14, അപ്പുറത്ത് 0.14. അപ്പോൾ 14ൽ 0.14 ഉണ്ടാവുക 100 പ്രാവശ്യം. സോ ഇനി നമുക്ക് വാല്യൂസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 100/5 ഇൻറ്റു എം ആണ് നമുക്ക് കാണേണ്ടത്, ഇൻറ്റു റേഡിയസ് സ്ക്വയർ 10 സെന്റിമീറ്റർ ആണ്, 0.1 മീറ്റർ ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 0.01 വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. റൈറ്റ് സൈഡ് എല്ലാം വെട്ടിപ്പോയി 1 ആണ്. സോ 100ഉം 0.01ഉം കട്ട് ചെയ്യാം. 5 നേരെ അപ്പുറത്തേക്ക് പോവാം. സോ എം ഈസ് ഈക്വൽ ടു 1 × 5, ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു 5 കിലോഗ്രാം. അടിപൊളി ആൻസർ. സൂപ്പർ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇതുപോലെ സ്ഫിയർ കോണ്ടാക്റ്റിൽ ചോദിക്കാം, റിങ്ങുകൾ കോണ്ടാക്റ്റിൽ, ഡിസ്കുകൾ കോണ്ടാക്റ്റിൽ, പലതരം ബോഡികളുടെ കോണ്ടാക്റ്റിൽ ചോദിക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. The kinetic energy of a particle of mass m1 moving with a speed of v is same as the kinetic energy of a solid sphere of mass m2. അപ്പോൾ ഒരു കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് സോളിഡ് സ്ഫിയറിന് തുല്യമാണ് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, ആദ്യം പറയുന്ന കാര്യം തന്നെ അങ്ങ് എഴുതി വെക്കുക വേഗം. നിങ്ങൾ പ്രത്യേകിച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോഴേക്കും ഒരു കൺഫ്യൂഷൻ വരാം. ഒരു കൺഫ്യൂഷനും ഇല്ലാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ മാർക്ക് ചെയ്യുക. അത് വളരെ പെട്ടെന്നൊന്ന് എഴുതി വെക്കുക. സോ ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജിയും ഒരു സോളിഡ് സ്ഫിയറിൻ്റെ കൈനറ്റിക് എനർജിയും തുല്യമാണ്. ബോഡിയുടെ മാസ് m1 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ½ m1v² ഈസ് ഈക്വൽ ടു kinetic energy of a solid sphere എന്താ? ½ mv2² ഇൻറ്റു 1 + k²/r². റോളിംഗ് മോഷന്റെ കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയത്. അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക. ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡിൽ എഴുതിയ എന്താ? ഒരു സ്ഫിയർ റോൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന
ടോട്ടൽ കൈനറ്റിക് എനർജി. ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 + k²/r². ഇനി ഈ സോളിഡ് സ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഈ k²/r² എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും നിങ്ങൾക്കറിയാമല്ലോ, അത് 2/5 തുല്യമായിരിക്കും. സോ നമുക്ക് ഈ k²/r² പകരം എന്ത് കൊടുക്കാം? സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഈ k²/r² എന്തിന് തുല്യമാണ്? 2/5 തുല്യമാണ്. കാരണം ഒരു സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2/5 mr² ആണ്. 2/5 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഹാഫ് കട്ട് ചെയ്യാം, v² കട്ട് ചെയ്യാം. v2 ഇല്ല കേട്ടോ, രണ്ടിനും ഒരേ സ്പീഡാന്ന് പറയുന്നുണ്ട്. അപ്പോൾ v2 എടുക്കേണ്ട കാര്യമില്ല. ആ v², ഇത് m2 ആണ്, മാസ് m2. ഹാഫ് നമുക്കിവിടെ കട്ട് ചെയ്യാം. നമ്മുടെ ചോദ്യം എന്താ? വാട്ട് ഈസ് m1/m2? സോ m1 ഡിവൈഡ് ബൈ m2 ഇപ്പുറം കൊണ്ടുവരിക. m1 ഡിവൈഡ് ബൈ m2 എന്ന് പറയുന്നത് 1 + 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/5. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടിയ ആൻസർ 7/5. അടിപൊളിയല്ലേ? സൂപ്പർ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. ദെൻ 4 ക്വസ്റ്റ്യൻ ആയ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം വന്നത്. എ റിംഗ് ഓഫ് റേഡിയസ് 1.7 മീറ്റർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി. അപ്പോൾ ഇത് റിംഗ് ആണെന്ന് വിചാരിച്ചോളൂ. യെസ്, ഇതൊരു റിംഗ് ആണ്. അതിങ്ങനെ ഒരു വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. റേഡിയസ് 1.75 മീറ്റർ ആണ്. Okay, 1.75 meter. A small sphere of mass 1 kg rolls on the inside of this ring. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്നിട്ട് എന്ത് ചെയ്യാണ്? വേറെ ഒരു സ്മോൾ സ്ഫിയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ പോവാണ്. റോൾ ചെയ്യാൻ ആ റിങ്ങിനെ ടച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തൂടെ മറ്റൊരു സ്ഫിയർ ഇങ്ങനെ റോൾ ചെയ്യാൻ. If it has a velocity of 10 meter/second at the bottom, ആ സ്ഫിയർ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 10 meter/second ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി വെൻ ഇറ്റ് റീച്ചസ് ടോപ്പ്, ഇത് ഞാൻ ഇത് കംപ്ലീറ്റ് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കും കൂടെ ഞാനൊരു അവസരം തരികയാണ്. നിങ്ങൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ചെയ്യേണ്ട ഐഡിയ ഞാൻ പറയാം. ഇവിടെയുള്ള വെലോസിറ്റി തന്നിരിക്കുന്നു. ഇവിടെയുള്ള വെലോസിറ്റി എത്ര എന്നാണ് ചോദ്യം. നിങ്ങൾ ചെയ്യേണ്ടത് എനർജിയുടെ കൺസർവേഷൻ ആണ്. അതായത് ഈ പോയിന്റിൽ എത്തുമ്പോൾ അതിനൊരു റോളിംഗ് കൈനറ്റിക് എനർജി ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ അതിന് റോളിംഗ് കൈനറ്റിക് എനർജിയുടെ കൂടെ ഹൈറ്റും കൂടെ വന്നതുകൊണ്ട് ഒരു പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാകും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക. ഇതിൻ്റെ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റിൽ ഞാൻ ഈ പോയിന്റിനെ എ എന്ന് പേര് വിളിക്കാം. ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ബി ആയിരിക്കണം. വേണ്ടേ? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് എം v1² ഇൻറ്റു 1 + k²/r². സ്ഫിയർ ആണെങ്കിൽ ഇത് സ്ഫിയർ ആണ്. ഇപ്പോൾ k²/r² പകരം നിങ്ങൾക്ക് 2/5 കൊടുക്കാം. ടോട്ടൽ എനർജി ബി എന്താ? ഈസ് ഈക്വൽ ടു ഹാഫ് എം v2² ഇൻറ്റു 1 + k²/r² പ്ലസ് mgh. കാരണം ബി എന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു ഹൈറ്റും കൂടെ വരുന്നുണ്ട്. ആ ഹൈറ്റ് ഡയമീറ്ററിന് തുല്യമായിരിക്കും. ശരിയല്ലേ? ആ ഹൈറ്റ് എത്രയാ? ആ ഹൈറ്റ്, ഇതാണ് ഹൈറ്റ് ഡിഫറൻസ്. അത് ആ സർക്കിളിൻ്റെ ഡയമീറ്ററിന് തുല്യമായിരിക്കും. റേഡിയസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ എടുക്കുമ്പോൾ അതിൻ്റെ 2 ടൈംസ് എടുത്താൽ മതി. അത് ഇവിടെ കൊടുക്കുക എച്ചിന് പകരം. അപ്പോൾ നമുക്ക് ഈ ഇത് ബാക്കി നിങ്ങൾ സോൾവ് ചെയ്യും. എം ഓർഡർ ഇവിടെ നമുക്ക് വെട്ടിക്കളയാം. ഒക്കെ നമുക്ക് വെട്ടിക്കളയാം. ബാക്കി നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് v2 എന്നുള്ള ആൻസർ കിട്ടും. ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. സോ റൊട്ടേഷണൽ മോഷനിലെ 5 അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പറയുക. നമ്മൾ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ദെൻ ബൈ ബൈ.